കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഏകാംഗ ചിത്രപ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടുകാരനായിട്ടുള്ള ശ്രീ ബെന്നി, അദ്ദേഹത്തിന്റെ ചിത്രപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഓരോ ചിത്രങ്ങളും അദ്ദേഹം വരച്ചതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ, പ്രകൃതിയോട് അദ്ദേഹം കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. നമസ്കാരം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രദർശനം തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു 2 ദിവസമായോ അതോ ഇന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഉദ്ഘാടനം നടക്കാൻ പോവാണ്. നമ്മള് അക്രിലിക് പേപ്പർ, അക്രിലിക് ക്യാൻവാസിലൊക്കെ ചെയ്തിട്ടുള്ള 20ഓളം ചിത്രങ്ങളാണ് ഇപ്പൊ പ്രദർശനത്തിനുള്ളത്. ഇത് ലളിതകലാ അക്കാദമിയുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ ചെയ്യുന്നത് ഷോയാണ്. ഇതിപ്പോ എത്ര വർഷമായി നമുക്ക് ഒന്ന് നടന്നുണ്ടോ? എത്ര വർഷമായി പിന്നെ ഈ ഒരു ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഏതാണ്ട് ചെറുപ്പത്തിലെ മുതൽ തന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കായിരുന്നു. അപ്പൊ ഒരു പ്രൊഫഷണൽ ചിത്രകല എന്നുള്ള ഒരു ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് കുറെ വർഷങ്ങളായി. അത് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഏകദേശം എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കല നമ്മൾ കുറെ കലകളായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ നേച്ചറുമായി ബന്ധപ്പെട്ടാണ് ചിത്രങ്ങൾ കാണുന്നത്. അപ്പം എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അതായത് നമ്മളുടെ ഞാൻ ശരിക്കും വയനാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ഒരു സ്ഥലം തന്നെ ഇടുക്കിയിലാണ്. കുറച്ച് നല്ല ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഭയങ്കര കുറച്ച് കയറ്റതൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഒരു സ്ഥലം. വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഇടുക്കിയുടെ ഒരു ലാൻഡ്സ്കേപ്പ് വേറെയാണ്. കാരണം വെച്ചാൽ കുറച്ചുകൂടി ഈ മലകളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ചെറിയ ചെറിയ ജീവികളൊക്കെ ഇല്ലേ, ഇതിനകത്തൊക്കെ നമ്മൾ നോക്കണം. ഒത്തിരി ഇൻസെക്റ്റുകളായിട്ടുള്ള ഒത്തിരി ജീവികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരം ചെറിയ ജീവികൾ, ചെറിയ ചെറിയ ജീവിതങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ജീവികളുടെ ഒരു അതിജീവനവും കാര്യങ്ങളും ഒക്കെ എല്ലാം വരുന്നുണ്ട്. എല്ലാം ഒരു ആധുനികമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ, എല്ലാ തരം സംഭവങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് പർട്ടിക്കുലറായിട്ട് ഇപ്പൊ ഏതാണെന്ന് അങ്ങനെ എടുത്ത് പറയാതെ, പക്ഷെ അത് നമ്മളുടേതായിട്ടുള്ള ഒരു വേർഷനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അതാണ് അതിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നതായിരിക്കും. നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതെ, തീർച്ചയായും. പക്ഷെ എന്തായാലും അത് പുറംലോകത്തേക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു ചിത്രം, അപ്പം ഇത് കാണുന്ന സമയത്ത് ഇപ്പൊ എനിക്കിത് കാണുമ്പോ ഒരു കാര്യമായിരിക്കും മനസ്സിലാവുക. പക്ഷെ വേറൊരാൾക്ക് കാണുമ്പോൾ വേറൊരു അതുണ്ട്. അതിനകത്തൊരു പർട്ടിക്കുലർ ആയിട്ട് ഇന്ന മെസ്സേജ് മാത്രമായിരുന്നു ഒരു നിർബന്ധമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അത്രയും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസരം ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോ വേറെ ആൾക്ക് അത് കാണുമ്പോൾ അയാളുടെ ഏതെങ്കിലും ഒരു തരം ഉണർത്തുന്നെങ്കിൽ അതാണ് അതിന്റെ സാധ്യത എന്നുള്ള കാര്യത്തിലാണ്. അല്ല, ഞാൻ കാണുന്ന ഒരു കാര്യം മാത്രം പല തരത്തിലുള്ള ആംഗിളുകളിൽ അവർക്ക് അതിൽ അങ്ങനെ കാണാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. തീർച്ചയായും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ പ്രകൃതിയെ അടുത്തറിയുന്ന, പ്രകൃതിയിലെ സൂക്ഷ്മചലനങ്ങളെയൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് അതുമായി സംവദിച്ചുകൊണ്ട് പുറംലോകത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ കാര്യമാണ് ശ്രീ ബെന്നിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ഈ ചിത്രകാരന്, ഈ കലാകാരന് എല്ലാവിധ ആശംസകളും നേരെയാണ്. നല്ല നിലയിൽ.